റമദാന് രണ്ടാമത്തെ പത്തിലേക്ക് കടന്നു. ഉസ്താദ് ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ അങ്ങനെ ഉസ്താദിൻ്റെ പഠന ക്ലാസ്സുകളായി വരുന്നത് വളരെ ഉപകാരപ്രദമായ സംഗതിയാണ്. ആ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ ഓരോ നാടുകളിലും തറാവീഹിന് പങ്കെടുക്കുമ്പോൾ ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങളിൽ 2 റക്അത്തിൻ്റെ ഇടയിൽ, ചിലയിടത്ത് 4 റക്അത്തിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലും. പല സ്ഥലങ്ങളിലും അത് പല രൂപത്തിലാണ് ഈ സ്വലാത്തുകളും ദിക്റുകളൊക്കെ. അത് ഓരോ നാട്ടിലും ഇങ്ങനെ അവിടെ ചൊല്ലിപ്പോരുന്ന ആ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ ചൊല്ലിപ്പോരാണ്. പക്ഷേ ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നല്ലതാണ്. തറാവീഹിൻ്റെ റക്അത്തുകൾക്കിടയിൽ ഇങ്ങനെ സ്വലാത്ത് നമ്മുടെ കേരളത്തിലൊക്കെ അത് സജീവം തന്നെയാണ്. തറാവീഹ് എന്ന നിസ്കാരം തന്നെ അതിൽ തന്നെ അതിൻ്റെ വാക്കുണ്ടല്ലോ, റാഹത്ത്. അപ്പം നമ്മൾ ഫത്തുൽ മീൽ തന്നെ അതിനെപ്പറ്റി എന്തുകൊണ്ട് തറാവീഹ് എന്ന് പേര് വെച്ചു എന്നുള്ള അതിൻ്റെ ഒരു കാരണം തന്നെ സ്വഹാബാക്കളൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഒത്തിരി റാഹത്തെടുക്കുന്ന റിലാക്സ്. അപ്പോൾ ഈ റാഹത്തെടുക്കാനാൽ ഇപ്പോൾ നമ്മളെ സാധാരണ ആൾക്കാർ റാഹത്ത് പറയുമ്പം അവിടെ കിടക്കാന്നായിരിക്കും സാധാരണ. ഇപ്പം അങ്ങനെ അതല്ല, അവർ മറ്റു ഇബാദത്തുകൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മക്കത്തൊക്കെ ഉള്ള സ്വഹാബാക്കൾ അതിൻ്റെ ഇടയ്ക്ക് തവാഫ് ചെയ്യുന്നു. 2 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞൊരു സലാം കിട്ടിയാൽ പിന്നെ കാബ തവാഫ് ചെയ്യുക. ആ തവാഫ് പൂർത്തിയാക്കിയിട്ട് പിന്നെ 2 റക്അത്ത്, പിന്നെയും ചിലപ്പോൾ തവാഫിക്ക് പോകും. ഇങ്ങനെ അതേ സമയത്ത് മദീനത്തെ സ്വഹാബാക്കൾ ഒരു തറാവീഹ് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ തറാവീഹിൻ്റെ 2 റക്അത്തിൻ്റെ ഇടയ്ക്ക് വേറെ മുത്തലക്കൻ സുന്നത്തും വേറെ നിസ്കരിക്കുന്ന, പിന്നെ അതിലുള്ള താല്പര്യങ്ങളിലാണ്. ഈ 2 റക്അത്തിൻ്റെ ഇടയ്ക്ക് അവർ വേറെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് തറാവീഹല്ല, മുത്തലക്കൻ സുന്നത്ത് അങ്ങനെ ചെയ്യുന്ന. അപ്പോൾ തറാവീഹിൻ്റെ 2 റക്അത്തിൻ്റെ ഇടയിൽ ഒരു റാഹത്തെടുക്കുക, എന്തെങ്കിലും ഹൈറാത്ത് കൊണ്ട് റാഹത്തെടുക്കുക എന്നുള്ള ഒരു അസല് സ്ഥിരപ്പെട്ടതാണ്. 2 റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാതെ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ആ തറാവീഹ് എന്നുള്ള നിസ്കാരത്തിനോട് യോജിച്ചതല്ല. കാരണം അതിൻ്റെ ആ ചര്യ പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു ഹൈറാത്ത് കൊണ്ട് ഒരു ഫസിലൊരു വിടവുണ്ടാകുക എന്നുള്ളത് അതിൻ്റെ ഒരു ചിട്ടയാണ്. അപ്പം അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടായിരിക്കും നമ്മുടെ മുൻഗാമികൾ മറ്റു പല ഭാഗത്തും അതിൻ്റെ ഇടയ്ക്ക് വല്ല ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. അപ്പം സ്വഹാബത്ത് അതിൻ്റെ ഇടയിൽ ഓരോന്ന് കൊണ്ട് എന്തെങ്കിലും ഒന്നിട്ട് റാഹത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തും ആകാം, എന്ത് കർമ്മവും ആകാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരാൾ 5 അവിടെ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, എന്നാലും ഒക്കെ അതിൽ പെടും. പക്ഷെ ഒരു ചര്യയിൽ മറ്റൊരു ഇബാദത്ത് കൊണ്ട് തന്നെ ഒരു ഫസിലുണ്ടാകുക എന്നുള്ള ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ അത് പൂർവികരൊക്കെ അതിൻ്റെ മറ്റൊരു രൂപമാണ് അതിൻ്റെ ഇടയ്ക്ക് സ്വലാത്തില്ല എന്നുള്ളത്. സ്വലാത്ത് മിക്ക സമയത്തും തേടപ്പെട്ടതാണ്. അതിൽ തറാവീഹിൻ്റെ ഇടയിലും സ്വലാത്ത് അങ്ങനെ പ്രത്യേകം തന്നെ ചെല്ലുക എന്നുള്ളതും സുന്നത്തുണ്ട് എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വെളിയങ്കോട് ഉമർ ഖാദിൻ്റെ കാലത്തൊക്കെ ഈ വിഷയം ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഉമർ ഖാദിയൊക്കെ അതിൽ പ്രത്യേകം സ്ഥിരം ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം തന്നെ തറാവീൻ്റെ ഇടയിൽ സ്വലാത്ത് ഇങ്ങനെ. അപ്പോൾ തറാവീൻ്റെ ഇടയിൽ സ്വലാത്ത് മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഖാദി ഫത്വ കൊടുത്ത് അവരതിലൊരു കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തറാവീൻ്റെ ഇടയിലുള്ള ഈ സ്വലാത്ത് കർമ്മം അതൊരു അടിസ്ഥാനമുള്ളതുമാണ്, നമ്മളെ പൂർവികരൊക്കെ പഠിപ്പിച്ചതാണ്. അതോടൊപ്പം നമ്മൾ പൊന്നാനിയിലൊക്കെ, നിങ്ങൾ പൊന്നാനിയിൽ റമദാനിക്ക് കൂടിയാണ് എപ്പോഴെങ്കിലും? ഇല്ല, റമദാൻ. പൊന്നാനിയിൽ റമദാൻ ഒരു ആരവാണ്. അവസാന 10 ആകുമ്പോൾ പ്രത്യേകിച്ചും നല്ലൊരു സന്തോഷം. നമ്മളൊക്കെ ചിലപ്പം റമദാൻ്റെ ഒരു അവസാന സമയത്ത് ഒന്ന് വെറുതെ പൊന്നാനിക്ക് പോകും. കാരണം ആ ഒരു റമദാനിൻ്റെ ഒരു പ്രത്യേക ഒരു ആരവം, സന്തോഷം കാണാൻ പറ്റും. അപ്പോൾ പൊന്നാനിയിൽ പിന്നെ അതേമാതിരി അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ തറാവീൻ്റെ ഇടയിൽ ഈ സ്വലാത്ത് അതിൻ്റെ കൂടെ കുറച്ച് ദിക്റുകളും കുറച്ച് കൂടുതലുണ്ട്. ഒരു മൊത്തത്തിലൊരു 2-3 മിനിറ്റൊക്കെ ഇവിടെ ചൊല്ലാനുള്ള ഒരു അവസ്ഥയിലൊക്കെ തോന്നും. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ റാഹത്ത് ചെല്ലുകയാണെങ്കിൽ 2 മിനിറ്റൊക്കെ എന്തായാലും ചൊല്ലാനുണ്ടാവും. അത് അതിൻ്റെ അടുത്തുള്ള ഇപ്പം എടപ്പാൾ അങ്ങാടിപ്പള്ളി എന്ന് പറയും. ഇത് ഇന്നത്തെ മെയിൻ എടപ്പാളങ്ങാടിയല്ല, എടപ്പാളങ്ങാടി എന്ന് പറഞ്ഞാൽ എടപ്പാളിന്ന് പിന്നെ പൊന്നാനിക്കുള്ള റോട്ടിലാണ് പഴയ ജുമാഅത്ത് പള്ളി. ആ പഴയ ജുമാഅത്ത് പള്ളിയിലും വെളിയങ്കോട് ഉമർ ഖാദി അവിടെ വന്ന് അവർക്ക് നിസ്കാരം കണ്ടപ്പം ബൈത്ത് എഴുതി വെച്ച നല്ല ബൈത്തുകളൊക്കെ ഉണ്ട്. ആ പള്ളിയിൽ മുമ്പ് തറാവീഹിന് ഇമാമത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ നമ്മൾ ഈ സലാം കിട്ടി കഴിഞ്ഞാൽ ബലാണ്ട് ചെല്ലും ഉഷാറായിട്ട്. ഓക്കെ. അപ്പോൾ അതിൽ യാ മുക്കല്ലിബൽ കുലൂബി വല്ല ഉസാർ യാ ഖാലിഖല്ലൈലി വന്നഹാർ എന്നിങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആയത്തും കുറച്ച് ദിക്റും ചൊല്ലി പിന്നാണ്ട് സ്വലാത്തില്ലു, അങ്ങനെ ദീർഘമായത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത്
പൊന്നാനി മഖ്ദൂം പള്ളിയിലുണ്ട്. മഖ്ദൂമിങ്ങളെ കാലം മുതൽ ചൊല്ലിപ്പോരുന്നതാണ്. അപ്പോൾ നമ്മളെ പൂർവികർ അങ്ങനെ ചൊല്ലി പോന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇത് തന്നെ അതിൽ വ്യക്തമാണ്. ഉസ്താദ് നേരത്തെ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞല്ലോ ഉമർ ഖാദിൻ്റെ ഒരു ബൈത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ബൈത്തൊന്ന് ഉസ്താദ് ഈ സ്വലാത്തിൻ്റെ ഈ സ്വലാത്തിനെ കുറിച്ചുള്ള ഉമർ ഖാദി എഴുതിയ ബൈത്ത് ചുരുങ്ങിയ വരികളുള്ളൂ. വ ബൈന തറാവീഹിൻ വ ഇന്ദബ്തിദാഇഹ സ്വലാത്തുന്നബി ഖദ് സറഹൂഹ ബിസുന്നതി. തറാവീഹിൻ്റെ തുടക്കത്തിലും ബൈന തറാവീഹിൻ വ ഇന്ദബ്തിദാഇഹ, തറാവീഹ് നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ഉറക്കത്തില്ലോ സൊല്ലു അലൻ നബിയിൽ മുസ്തഫ എന്ന് തുടങ്ങും. അങ്ങനെ സ്വലാത്തും പിന്നെ തറാവീഹിൻ്റെ ഇടകളിൽ 2 റക്അത്ത് കണ്ടും ഖദ് സറഹൂഹ ബിസുന്നതി, അത് സുന്നത്താണെന്ന് ഇമാമിങ്ങൾ വ്യക്താക്കിയിട്ടുണ്ട്. കമാ കാല മജുദുദ്ദീനി ഷാരിഹു ബഹ്ജതി ബിസുന്നതിഹാ ഫി 40 മകാനതി മഅസ്നൈനി മിൻഹുന്ന തറാവീഹ അദ്ദഹ വഫി ബഹ്ജതിൻ മിൻഹാ 30 കാനതി വസിൻതാനി വൽ ബാക്കി ബിഹാഷിയത്തിൻ ദക്കർ യുഅദ്ദീദു ഹത്താ 10 ബില്ലിബാനതി വസ്വാഹിബു തംബീഹിൽ അനാമി കദാ ദക്കർ വശാരിഹു ഫത്ഹിൽ ലിൽ മുഈനിൽ ഇആനതി. ഇത്ര ഉള്ള ബൈത്താണ്. ഇതാണ് ആ ബൈത്ത്. അപ്പോൾ ഈ ബൈത്തിൻ്റെ തുടക്കം തന്നെ തറാവീഹിൻ്റെ ഇടയിലും അതിൻ്റെ തുടക്കത്തിലുള്ള സ്വലാത്ത് അത് പ്രത്യേകം സുന്നത്തുണ്ട് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്.